ജാസർ പോലാണ്. ഞാനുള്ളത് കാസർഗോഡ് തളങ്കരയിലെ ദക്കീരത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. പ്രസ്തുത സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാസർഗോഡ് പള്ളം സ്വദേശി റബിയ ഫാത്തിമ എന്ന് പറയുന്ന മിടുക്കി നേപ്പാളിൽ വെച്ച് നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സോഫ്റ്റ് ബേസ് ബോൾ ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ജേഴ്സി അണിയുകയാണ്. നാടിന്റെയും സ്കൂളിന്റെയും ജില്ലയുടെയും അഭിമാനമായി മാറിയ ഈ മിടുക്കിയെ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മോടൊപ്പം നമ്മുടെ സ്കൂളിന്റെ മാനേജർ അതുപോലെ തന്നെ നമ്മുടെ റബിയ ഫാത്തിമയും കൂടെ സ്കൂളിന്റെ HM കൂടി ചേരുകയാണ്. ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന്, ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന, കാരണം ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ സ്കൂൾ ലെവലിൽ നിന്ന് ഒരു കുട്ടി ദേശീയ ടീമിൻ്റെ ജേഴ്സി അണിയാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വരുന്ന ജൂലൈ 17 മുതൽ 23 വരെ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ കുട്ടി മത്സരിക്കുകയാണ്. സർ, ഒരു മാനേജർ എന്ന നിലക്ക്, പ്രസ്തുത സ്കൂളിലെ കുട്ടി എന്ന നിലക്ക് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. എന്താണ് സാറിന് പറയാനുള്ളത്? കുട്ടിയുടെ നേട്ടം വളരെ അഭിമാനകരമായ ഒരു വാർത്തയായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഈ സ്കൂളിൻ്റെ കുട്ടികളും അവിടുത്തെ ടീച്ചേഴ്സും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആളുകളും അതുപോലെ തന്നെ PTA-യുടെയും വെൽവിഷേഴ്സായിട്ടുള്ള നാട്ടുകാരും അടക്കം കുട്ടിക്ക് വലിയ തോതിൽ ഒരു സ്വീകരണം ഏർപ്പെടുത്തി ഒരു ജാഥയായിട്ട് ആനയിച്ചിട്ട് സ്കൂളിൻ്റെ കമ്പൗണ്ടിനകത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ നല്ലൊരു പൊതു സ്വീകരണം കുട്ടിക്ക് നൽകുകയുണ്ടായി. അതുമാത്രമല്ല, കാസർകോട്ടെ വിവിധ സ്പോർട്സ് ക്ലബ്ബുകൾ അതുപോലെ തന്നെ സ്പോർട്സ് പ്രേമികളായിട്ടുള്ള ഒക്കെ അതിൽ ചേർന്നിരുന്നു, ഭാഗവാക്കുകളായിരുന്നു. അപ്പോൾ ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെയിൻ ഫോക്കസ് പോയിന്റ് എന്ന് പറയാനുള്ളത്, കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു നേട്ടം കുട്ടി കൈവരിക്കുന്നത്. അത്ര ആ കുരുന്നു പ്രായത്തിൽ തന്നെ ഈ കുട്ടിയുടെ സ്വയമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആ കുട്ടി നേടിയെടുത്തു എന്നുള്ളത് വളരെ ഒരു ഫോക്കസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന മത്സരത്തിൽ, നേപ്പാളിലെ പൊക്കാറാനിൽ നടക്കുന്ന മത്സരത്തിൽ കുട്ടി ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം എന്താണ്? നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും കുട്ടിയുടെ പ്രതീക്ഷയും, കുട്ടി ഈ ടീമിൽ കളിച്ചിട്ട് നാളെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കപ്പ് സ്വന്തമാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ശുഭമുഹൂർത്തത്തെയാണ് ഞങ്ങളൊക്കെ വളരെ സന്തോഷകരമായിട്ട് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം സാഫല്യമാകട്ടെ, പൂർണ്ണമാകട്ടെ, യാഥാർത്ഥ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ട്. പ്രിയപ്പെട്ട HM കൂടി ചേരുകയാണ്. സാറേ, എന്ത് പറയും നമ്മുടെ റബിയ ഫാത്തിമയുടെ ഈ ഒരു നേട്ടം? കാരണം കാസർഗോഡ് ജില്ലക്കും, നമ്മുടെ സാറ് നേരത്തെ പറഞ്ഞു, കാസർഗോഡ് ജില്ലക്കും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിനും ഇന്ത്യക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്നൊരു നേട്ടം. എന്താണ് കുട്ടിയെക്കുറിച്ച് സാറിന് പറയാൻ? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണിത്. നമ്മുടെ റബീഹ ഫാത്തിമ ഇന്ത്യൻ ടീമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അന്തർദേശീയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഏറ്റവും അഭിമാനകരമായ മറ്റൊരു കാര്യമാണ് ഈ കുട്ടിയുടെ ജ്യേഷ്ഠത്തി മെഹറുന്നീസ KG മുതൽ 10ാം ക്ലാസ് വരെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിക്കും ഇതേ ടീമിലേക്ക്, ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടി എന്നതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ സ്പോർട്സിൽ നല്ലൊരു മികവ് കാട്ടുന്ന ഒരു കുട്ടി തന്നെയാണ് റബീഹ ഫാത്തിമ. പഠനത്തിലും അതേപോലെ തന്നെയാണ്. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരു കപ്പുമായി വരട്ടെ. അതിൻ്റെ ഒരു പ്രാർത്ഥന അധ്യാപകരുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നെല്ലാം എല്ലാ പിന്തുണയും പ്രാർത്ഥനയും റബീഹ ഫാത്തിമക്ക് ഉണ്ടാവും. നമ്മുടെ മിടുക്കി റബിയ ഫാത്തിമയിലേക്ക് തന്നെ പോവുകയാണ്. റബിയ, എന്ത് പറയുന്നു ഈ ഒരു നേട്ടം? വളരെ സന്തോഷം. പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും കിട്ടുമെന്ന്. കാരണം ഞാൻ വയ്യാതെ സ്റ്റേറ്റിലേക്ക് പോയതാ. അങ്ങനെ ആരോഗ്യപരമായിട്ട് ഞാൻ ഇഞ്ചക്ഷൻ ഒക്കെ കുത്തിട്ട് ഉണ്ടായിരുന്നു തലേന്ന് കളീന്റെ. അതെ, എന്ത് പ്രശ്നങ്ങളുണ്ടായത്? എനിക്ക് കൗണ്ട് കൂടിയിട്ടുണ്ട്. എന്നിട്ട് അത് 1 വീക്ക് വെക്കാൻ പറഞ്ഞു. പിറ്റേന്ന് കളി ആയതുകൊണ്ട് അന്ന് നൈറ്റ് റിമൂവ് ആക്കി, അതുപോലും അവഗണിച്ചുകൊണ്ട് അല്ലേ, അത് പോലും ഒഴിവാക്കി ഞാൻ പോയതാ സ്റ്റേറ്റിലേക്ക്. അങ്ങനെ പോയിട്ട് അവിടെ കളിക്കുമ്പോൾ എനിക്ക് കഴിയാത്ത കാര്യം, പക്ഷെ അതൊന്നും നോക്കിയില്ല, കളിച്ച് അങ്ങനെ നാഷണലിലേക്ക് എത്തി. അൽഹംദുലില്ലാഹ്. ഏതായാലും സ്വയം പ്രയത്നത്തിലൂടെ മോൾ ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുമ്പോൾ ഇനി മുന്നിലുള്ളത് വലിയൊരു നേട്ടമാണ്. കാരണം കാസർഗോഡ് ജില്ലയിൽ നിന്നും അതുപോലെ സ്കൂൾ ലെവലിൽ നിന്ന് വന്ന് ഇന്ത്യൻ ടീമിൻ്റെ കുപ്പായണികൾ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അത് വലിയൊരു അഭിമാനകരമായിട്ടുള്ള, ആർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു നേട്ടമാണ്. നമുക്ക് ഈ ഒരു നേട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം പിന്നുള്ള സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. ഏതാണ് ഏറ്റവും കൂടുതൽ മോൾക്കൊരു പ്രചോദനമായത്? ഏതാണ്? ആദ്യം എൻ്റെ ഇത്ത തന്നെയാണ്, അത് കഴിഞ്ഞ് ഉപ്പ, പിന്നെ സ്കൂളിലേക്ക്. സ്കൂള് മെയിനാണല്ലേ, അധ്യാപകരുടെ വലിയൊരു പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് രീതിയിൽ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും
പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെയും കൂടെ ഇതിനൊരു പ്രചോദനം നൽകിയത് ജ്യേഷ്ഠത്തിയാണ് അല്ലേ? ഇപ്പോൾ നിലവിൽ ഗോവിന്ദപ്പൈ കോളേജിൽ പഠിക്കുന്ന ജ്യേഷ്ഠത്തി രണ്ടുപേരും ഇപ്പോൾ സെലക്ഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് അല്ലേ? ഏത് രീതിയിലുള്ളൊരു പിന്തുണയാണ് എന്ന് നമ്മുടെ നാടിൽ നിന്നും അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളിൽ നിന്നൊക്കെ മോൾ പ്രതീക്ഷിക്കുന്നുള്ളത്? ഇപ്പോൾ കിട്ടിയതൊക്കെ നല്ല പിന്തുണ തന്നെയാണ്. വലിയൊരു ആഗ്രഹമുണ്ട് ഇവിടെ ഒരു സ്പോർട്സ് അക്കാഡമി ഒക്കെ തുടങ്ങണമെന്നാണ്. കാരണം ഇവിടെ ആർക്കും സ്പോർട്സിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. അപ്പോൾ ആർക്കും എത്തിക്കാണെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അറിവ്. ആ ഒരു സ്പോർട്സ് അക്കാദമി തുടങ്ങണം അല്ലേ? കാസർഗോഡിൻ്റെ പിന്നെ കായികപരമായിട്ടുള്ള ദൗർബല്യങ്ങളൊക്കെ അല്ലേ നല്ലൊരു പരിശീലന കേന്ദ്രമായിട്ട് മാറണം. ഇനി വരുന്ന കുട്ടികൾക്കും തലമുറക്കൊക്കെ നല്ല രീതിയിൽ തങ്ങളുടെ പിന്നെ കായികപരമായിട്ട് കഴിവിനെ കൂടുതൽ വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് മാറണം. ഇങ്ങനെയാണ് നൽകുന്നുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇൻഷാ അല്ലാ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടിയുടെ കഴിവ് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഒരു കപ്പുമായി വരാൻ വേണ്ടി സാധിക്കട്ടെ. റബിയയുടെയും ആയിഷത്ത് മാറിനിസയുടെയും വാപ്പ റാഷിദ് സാഹിബ് മുടപ്പിച്ച് വരികയാണ്. എന്നോട് 2 മക്കളും നല്ല നിലയിൽ പഠിച്ച് അവരുടെ സ്വയം എഫേർട്ടിലൂടെ വലിയൊരു രീതിയിലേക്ക്, കാരണം ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിയാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കിയതും ഒരുപാട് കാലത്ത് നമ്മുടെ ഒരു സൗഹൃദ ബന്ധം വെച്ച് സാമ്പത്തികമായി വളരെയധികം പരാതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നിങ്ങൾ. തീർച്ചയായിട്ടും പിന്നെ മക്കളെ ഈ രീതിയിലേക്ക് വാർത്തെടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ? എനിക്ക് വളരെ സന്തോഷമാണ് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക്. കാരണം നാട്ടുകാരും വീട്ടിലെ ആൾക്കാരും പിന്നീട് സ്കൂളിലെയും ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാം ചേർന്ന് സഹായിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഉള്ള ഈ നിലയിൽ എത്തിയത്. എല്ലാവരുടെയും പിന്തുണ സപ്പോർട്ട് കൊണ്ടുണ്ട്. പിന്നെ മെയിനായിട്ട് അള്ളാഹുവിൻ്റെയും അനുഗ്രഹം ഇവർക്കുള്ളത് കൊണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇതേ പിന്തുണകളും ബാക്കിയും പിന്തുണ ഉണ്ടാണോ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലേ? സാമ്പത്തികം എങ്ങനെയാണ് ഇതിന് വാരിച്ച സാമ്പത്തിക ചെലവ് വരുന്നുണ്ട്? നല്ല ചിലവ് വരുന്നുണ്ട്. കണക്ക് കൂട്ടിയ മാതിരിയല്ല, കോച്ചിങ്ങും ബാക്കിയുള്ളതെല്ലാം ഇത് നല്ല എമൗണ്ട് വിചാരിച്ചതിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് വരുന്നത്, ചിലവ് വഹിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ ചിലവെല്ലാം എങ്ങനെയാണ്? പിന്നെ കുറച്ചൊക്കെ കിട്ടീന്, ഇനിയും കുറേ ചിലവ് ഉണ്ട്. ഇനിയിപ്പോൾ കളിക്കാൻ പോകാനുള്ളതും ബാക്കിയുള്ള എക്സ്പെൻസും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ രണ്ടുപേരും പോകുമ്പോൾ നല്ലൊരു എമൗണ്ട്. പിന്നെ മകളുടെ വലിയൊരു സ്വപ്നത്തിന് മുന്നിൽ സാമ്പത്തിക പരാതികൾ ഒരു തടസ്സമായിട്ട് നിൽക്കരുത് അല്ലേ? ഇൻഷാ അല്ലാ ഈ വാപ്പയുടെ, കാരണം ഇദ്ദേഹത്തെ ഏകദേശം എല്ലാവർക്കും അറിയാം, ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് തൻ്റെ മക്കളെ പഠിപ്പിച്ച് ഇന്ന് മക്കൾ കൂടി ആ പ്രതീക്ഷക്കത്ത് വളർന്നു വന്നപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിനും ഈ നാടിനും നമ്മുടെ ജില്ലയ്ക്ക് തന്നെ ആകെ അഭിമാനകരമായിട്ടുള്ള നേട്ടത്തിലേക്ക് മക്കൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണ ഇദ്ദേഹത്തിനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ഉണ്ടാകണം. ഏതായാലും മോള് നല്ല രീതിയിൽ അവിടെ മത്സരിച്ച് ഇരുവരും ഇന്ത്യക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞ് ഒരു കപ്പുമായി വരട്ടെ, വലിയൊരു നേട്ടമായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയോടെ എല്ലാവിധ ആശംസകളോടെ